ഹായ് അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസ്യൂബൈദ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ രുചികരമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ബീറ്റ്റൂട്ട് തോരനാണ്. സാധാരണ ബീറ്റ്റൂട്ട് തോരൻ കൂടുതൽ പേർക്കും ഇഷ്ടമല്ല കഴിക്കാനല്ലേ. എന്നാൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കാം. നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ തയ്യാറാക്കാൻ ഞാനൊരു ബീറ്റ്റൂട്ട്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സവാള എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് നല്ല ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ചോറിലേക്കൊക്കെ ഇത് മാത്രം മതി. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും നമുക്ക് ഓഫീസിലൊക്കെ കൊണ്ടുപോകാനൊക്കെ അടിപൊളിയാണ്. വേറെ ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ്, ബീറ്റ്റൂട്ട് തൊലിയൊക്കെ കളഞ്ഞത് ഉരുളക്കിഴങ്ങ് ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ചെറുതാക്കി കട്ട് ചെയ്യേണ്ട. ഉരുളക്കിഴങ്ങൊക്കെ പെട്ടെന്ന് വെന്താൽ ഉടഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ സവാളയും കൂടി സവാള ഇതുപോലെ ചെറുതായിട്ട് പൊടിയായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ബീറ്റ്റൂട്ടും ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ബീറ്റ്റൂട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ബീറ്റ്റൂട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാട് നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത പോലെ അത്ര വലുതാക്കി ബീറ്റ്റൂട്ട് കട്ട് ചെയ്തെടുക്കേണ്ട. ബീറ്റ്റൂട്ടൊക്കെ വെന്ത് കിട്ടാൻ പണിയാണല്ലോ, അതുകൊണ്ടാണ്. ഇപ്പോൾ ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരട്ടെ. ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോഴാട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് 1/4 സ്പൂണ് കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് പൊട്ടി വരട്ടെ. ഈ ഒരു ടൈമിൽ പുതിയ കൂട്ടുകാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുമ്പോൾ അതിനടുത്ത് തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇതിലേക്ക് ഞാൻ 5-8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. 8 വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ടായിന്. ചെറുതാണെങ്കിൽ ഒരു 10 എടുത്തോ. വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് നമ്മൾ ഏത് തോരൻ ഉണ്ടാക്കുമ്പോഴും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. വെളുത്തുള്ളി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ, ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ട് ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ ആണെങ്കിൽ ഒരു പച്ചമുളക് എടുക്കേണ്ട, ഒരു ഹാഫൊക്കെ എടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടെടുത്ത് നമുക്കിത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ആ സവാളൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് വഴന്ന് വരട്ടെ. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്താൽ പെട്ടെന്ന് തന്നെ സവാളൊക്കെ വഴന്ന് കിട്ടും കേട്ടോ, അതിനാണ്. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റ്റൂട്ട് തോരൻ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ചോറിലേക്കും അപ്പത്തിലേക്കൊക്കെ ഇത് മതി. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. വേറെ ഒന്നും വേണ്ട ചോറിൻ്റെ കൂടെ ഒന്നും. ഇത് തന്നെ ധാരാളമാണ്. എത്ര ചോറ് വേണമെങ്കിലും കഴിച്ചു പോകും ഇത് കൂട്ടിയിട്ട്. ഇപ്പോൾ നമ്മളെ സവാള നല്ല പോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് വഴന്ന് കിട്ടണ്ട. ഇപ്പോൾ നമ്മളെ ബീറ്റ്റൂട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ. ഇനി നമുക്കിത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ആ സവാളയും ബീറ്റ്റൂട്ടൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ആവട്ടെ. നല്ലപോലെ നമുക്കിതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കണം. ബീറ്റ്റൂട്ടൊക്കെ നമ്മൾക്ക് അറിയാലോ അല്ലേ, എത്ര വേവിച്ചാലും ഒരു വേവാത്ത പോലെയാണല്ലോ. അപ്പോൾ ഇത് ഒന്ന് 2 മിനിറ്റ് ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, ഹൈ ഫ്ലെയിമിൽ ഇടണ്ട. എന്നിട്ട് നമ്മൾക്ക് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ബീറ്റ്റൂട്ടൊക്കെ ഒരു ഹാഫ് കുക്കായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അത് കണ്ടില്ലേ, ഒട്ടും അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് പോകരുതേ. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടാൽ അടി കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 സ്പൂണ് ഞാൻ കാശ്മീരി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എരിവിന് ആവശ്യമായിട്ട് നേരത്തെ ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കാശ്മീരി പൗഡറാണ്. എരിവുള്ള പൗഡർ ആണെങ്കിൽ 1/4 സ്പൂണ് ചേർത്താൽ മതി. 1/4 സ്പൂണ് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ സവാളയിലേക്കുള്ള ഉപ്പാണല്ലോ ചേർത്ത്. ഇപ്പോൾ ഇതിൽക്കും കൂടിയുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. മസാലപ്പൊടി എല്ലാതും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുമ്പോൾ നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, ആ ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഈ ഒരു നീളത്തിൽ വേണം കേട്ടോ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്താൻ. ഒരുപാട് പൊടിയാക്കി ഇങ്ങനെ കട്ട് ചെയ്യരുതേ. ഇതൊരു 4-5 പേർക്ക് കഴിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ, ക്വാണ്ടിറ്റി ഉണ്ട് നമ്മൾ ഉണ്ടാക്കിയപ്പം. ഈ ഒരു ഉരുളക്കിഴങ്ങും ഒരു ബീറ്റ്റൂട്ടും ഒരു സവാളയും വെച്ചിട്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നേ. ഇനി ഒരു ഗ്ലാസ് വെള്ളം ഞാനിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
നോർമൽ വെള്ളമാണ് കേട്ടോ, പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ബീറ്റ്റൂട്ട് ഒന്ന് പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടൂലല്ലോ. എത്ര വെന്താലും ഒരു വേവാത്ത പോലെയാണല്ലോ അല്ലേ ബീറ്റ്റൂട്ട് ഉണ്ടാവുക. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് 2 മിനിറ്റ് നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അതൊരു ഹാഫ് കുക്കായി കിട്ടിയിട്ടുണ്ട്. ബീറ്റ്റൂട്ട് നേരത്തെ ഒരു ഹാഫ് കുക്ക് ആയതായിരുന്നല്ലോ. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഒരു ഹാഫ് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മീറ്റ് മസാല നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി. ഇതൊക്കെ മീറ്റ് മസാല ആകുമ്പോഴാണ് നല്ല കൂടുതൽ ടേസ്റ്റായി കിട്ടുക കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾക്കിത് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ലപോലെ വെന്തിട്ടില്ലല്ലോ. അതിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ, ആ വെള്ളം, ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റോളം നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതൊന്നും ഇങ്ങനെ എടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അടി പിടിക്കണുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഈ ഒരു ഗ്രേവിയൊക്കെ നല്ലപോലെ ഒന്ന് വറ്റി വരണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് കേട്ടോ. ചോറിലേക്കാണല്ലോ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ വേണമല്ലോ. ഇപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ആ ഗ്രേവിയൊക്കെ നല്ലപോലെ തന്നെ വറ്റി കിട്ടിയിട്ടുണ്ട്. കുറച്ചൊരു കുഴമ്പ് രൂപത്തിലാണ് നമ്മൾക്ക് ഈ ഒരു തോരൻ വേണ്ടത്. ഇപ്പോൾ നല്ല പാകത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്, ഒട്ടും ഉടഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. ഈ ഒരു പാകത്തിൽ കിട്ടിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വേവും. ബീറ്റ്റൂട്ട് വേവാനാണ് കുറച്ച് പണി. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബീറ്റ്റൂട്ടൊക്കെ വെന്തിട്ടുണ്ട്. മാഷാ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ ഒന്നും കൂടി പറയണേ. പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇതുപോലെ അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.